കാത്തിരിപ്പിന് വിരാമോട്ടുണ്ട് ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ നടികർ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളുടെ OTT റിലീസ് ഡേറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒരു സിനിമ OTT വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പിട്ട് അതുമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച OTT വഴി 2 വമ്പൻ മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ നമ്മുടെ ദിലീപേട്ടൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ പവി കെയർ ടേക്കർ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിലെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മനോരമ മാക്സ് വഴി നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് ഈ ഒരു സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക. അവിടെ തന്നെ സെപ്റ്റംബർ മാസം 6-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു മലയാള ചിത്രം നോക്കുകയാണെങ്കിൽ അഡിയോസ് അമീഗോസ് എന്ന് പറയുന്ന ഈ ഒരു വർഷത്തെ മറ്റൊരു ഹിറ്റ് ചിത്രമാണ്. നമ്മൾ നേരത്തെ തന്നെ പങ്കുവച്ചാണ് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ചിത്രത്തിൽ ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂടുമാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി മുതൽ നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമാണ് കിൽ എന്ന് പറയുന്ന സിനിമയാണ്. ഇന്ത്യൻ ബോക്സ് ഓഫീസിനെ തന്നെ പിടിച്ചുരുക്കിയ ചിത്രമാണ് കിൽ എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണെങ്കിലും വയലൻസ് പറഞ്ഞ ഈ ഒരു ചിത്രം പ്രേക്ഷകർ ഇരു കൈ നീട്ടി സ്വീകരിച്ചാണ്. കേരളത്തിന് ചിത്രത്തിന് നല്ലൊരു കളക്ഷൻ ഉയർത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടായത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ്. അപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഈ വരെ സെപ്റ്റംബർ മാസം 6-ാം തീയതി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. നിലവിൽ ചിത്രത്തിന് ഹിന്ദി ഭാഷ മാത്രമേ റിലീസ് ചെയ്തുള്ളൂ. ഒരുപക്ഷെ വരും ദിവസങ്ങളിലായിട്ട് നമുക്ക് ഒരുപക്ഷെ മലയാളം ഭാഷയിലൂടെ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ആഴ്ച റിലീസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു 3 ചിത്രങ്ങളാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിക്രം കേന്ദ്ര കഥാപാത്രത്തിൽ ഓഗസ്റ്റ് മാസം 15-ാം തീയതി റിലീസിനെത്തിയ ചിത്രമാണ് തങ്കരാൻ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് അല്ലാതെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമയെ സെപ്റ്റംബർ മാസം അവസാനത്തോടുകൂടി OTT വഴി റിലീസ് ചെയ്യുന്നതാണ് അറിയാൻ സാധിച്ചത്. നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ആയിട്ട്. അതോടൊപ്പം തന്നെ OTT റിലീസ് കൺഫേം ആയിട്ട് വന്നിട്ടുള്ള മറ്റൊരു ചിത്രം നോക്കിയാൽ വാഴ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടേതാണ്. ഓഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം നിലവിൽ 30 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക. എന്നാൽ ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആദ്യത്തോടു കൂടി നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. അവിടെ തന്നെ കൺഫേം ആയിട്ടുള്ള മറ്റൊരു OTT അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ നുണക്കുഴി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ബസിൽ ജോസഫ് ചിത്രത്തിന്റേതാണ്. ജിത്തു ജോസഫ് ഡയറക്ടർ ഈ ഒരു ചിത്രം ഈ ഒരു വർഷത്തെ വിജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുക. എന്നാൽ ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. വരും ദിവസങ്ങളിൽ തന്നെ ചിത്രത്തിന്റെ ഡേറ്റ് നമുക്ക് അറിയാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ സെപ്റ്റംബർ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആദ്യത്തോടു കൂടി മാത്രമേ ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകത്തുള്ളൂ എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രമെത്തിയ നടികർ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. ലാൽ ജൂനിയർ എന്ന ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 30 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വന്ന ഈ ചിത്രം ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പരാജയ ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ചിത്രം ഇപ്പോഴത്തെ ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസം 13-ാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ വരും ദിവസങ്ങളിൽ നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അവിടെ പിന്നെ ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്ത ചിത്രം എന്ന് നോക്കിയാൽ തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. യോഗി ബാബു കേന്ദ്ര കഥാപാത്രത്തെ ബോട്ട് എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം റിലീസിലെത്തിരിക്കാൻ ടെന്റുകോട്ട, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴിയാണ്. അപ്പൊ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിലെ ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ.